എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ബെല്ലിയുടെ കുട്ടിക്കാലത്ത് നടക്കുന്ന ബർത്ത്ഡേ ആണ്. ഇത് ഇവൾ സൂസനയുടെ വീട്ടിൽ വെച്ചാണ് ആഘോഷിക്കുന്നത്. കാരണം ആ ഒരു സമ്മർ വെക്കേഷനൊക്കെ ആകുമ്പോഴാണ് ബെല്ലിയുടെ ബർത്ത്ഡേയും വരുന്നത്. എന്നിട്ട് എല്ലാവരും ബെല്ലിയുടെ ബർത്ത്ഡേ നന്നായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കോർണർ അവളുടെ മുമ്പിൽ വെച്ചിരുന്ന ഫുഡിന്റെ അകത്തോട്ട് ഹണി ഒഴിക്കുന്നുണ്ട്. ആ ഒരു ഹണി ഇൻഫിനിറ്റി സിമ്പിളിലാണ് ഒഴിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബെല്ലി ചോദിക്കുന്നുണ്ട് എന്താണ് ആ ഒരു സിമ്പിൾ എന്നൊക്കെ. ഇവൻ പറഞ്ഞു കൊടുക്കുന്നു അത് ഒരു മാക്സിലെ സിമ്പിളാണ് എന്നൊക്കെ പറയുന്നു. ഇവൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അത് സപ്പോസ് നമ്മുടെ നമ്പേഴ്സ് ഒന്നും തീരാതെ പോവല്ലേ, സോ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാൻ പറ്റില്ല. സോ ലാസ്റ്റ് നമ്പറിനെ നമ്മൾ ഒരു ഊഹം വെച്ച് ഇൻഫിനിറ്റി എന്ന് പറയും എന്ന് കോർണർ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അത് ഇവൾക്ക് അത്ര മനസ്സിലാവുന്നില്ല. അപ്പം ഇവളുടെ അടുത്ത് ഇവൻ പറയുന്നുണ്ട് ഇപ്പം നീ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ ഒരു സ്നേഹത്തിനെ ജസ്റ്റ് നമ്പേഴ്സ് വെച്ച് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇവള് പറയുന്നു പറ്റത്തില്ല എന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ആ നമ്പേഴ്സ് ചിലപ്പം അത്രയും അധികമായിരിക്കും എന്ന് അവള് കോർണറിനോട് പറയുന്നുണ്ട്. സോ അതേ ആ ഒരു കൺസെപ്റ്റാണ് ഈ ഇൻഫിനിറ്റി എന്നും ഇവൻ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ പ്രസന്റ് ഡേ കാണിക്കുന്നു നമ്മുടെ ബെല്ലിയുടെ ബർത്ത്ഡേ ആണെന്ന്. സോ പതിവ് പോലെ തന്നെ അവൾ കുറച്ച് നല്ലതായിട്ട് ഒരുങ്ങി താഴെ കിച്ചണിലോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേക്കും ഏകദേശം അവളുടെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് അവരെല്ലാം മിക്കതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോർണർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അവളുടെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. അവള് ശ്രദ്ധിക്കുന്നുണ്ട് കോർണർ മാത്രം തന്നെ വിഷ് ചെയ്തില്ല എന്നൊക്കെ. പക്ഷെ അവൾ അത് മുഖത്തൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അവൾക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഗിഫ്റ്റ് അവളുടെ അമ്മയായിട്ടുള്ള ലോറലിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അവൾക്ക് ഇഷ്ടമുള്ളൊരു ബുക്കായിരുന്നു. ആ ഒരു ബുക്ക് അവളുടെ ബർത്ത്ഡേ ആയിട്ട് അവളുടെ അമ്മ സമ്മാനിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സൂസന്നയുടെ അമ്മ സൂസന്നയ്ക്ക് 16 വയസ്സായപ്പോൾ കൊടുത്ത ഒരു പേളിന്റെ മാല ഉണ്ടായിരുന്നു. ആ ഒരു മാല നമ്മുടെ ബെല്ലി ഇപ്പം ഇന്ന് 16 വയസ്സ് തികയാണ് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സൂസന്നയ്ക്ക് പെൺമക്കളൊന്നുമില്ല. സോ ഇവൾക്കാണ് സൂസന്നയ്ക്ക് തൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കോർണർ ബെല്ലിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ അടുത്തതായിട്ട് അവൾക്ക് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കോർണർ ആ ഒരു ഗിഫ്റ്റ് എടുത്ത് അവൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ഒരു ബാൻഡാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. പിന്നീട് അടുത്തതായിട്ട് അവളുടെ ബ്രദറായിട്ടുള്ള സ്റ്റീവും അവൾക്കൊരു ടീഷർട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പ്രിൻസ്റ്റൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴേക്കും ലോറൽ ചോദിക്കുന്നുണ്ട് നീ പ്രിൻസ്റ്റൺ ഐവി കോളേജിൽ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു അക്കാഡമിക്സ് വെച്ച് മിക്കവാറും എനിക്ക് അവിടെ കിട്ടും. പിന്നീട് അവിടെ പോയി പഠിക്കണമെങ്കിൽ നല്ല ചിലവുമാണ്. അതപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച സമയത്ത് ഫിനാൻഷ്യൽ എയ്ഡ് നമുക്ക് കിട്ടും എന്നൊക്കെ ലോറലിൻ്റെ അടുത്ത് സ്റ്റീവ് പറയുന്നു. അങ്ങനെ സൂസന്ന കോർണറിൻ്റെ അടുത്ത് ഗിഫ്റ്റ് ചോദിക്കുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോഴേക്കും കോർണർ കള്ളം പറയുന്നുണ്ട് ഞാൻ ആക്ച്വലി ബെല്ലിയുടെ ബർത്ത്ഡേ എന്നാണെന്ന് മറന്നുപോയി എന്നൊക്കെ. അപ്പോഴേക്കും അതെല്ലാവരും അപ്സെറ്റ് ആകുന്നു. അഫ്കോഴ്സ് നമ്മുടെ ബെല്ലിനെ അത് അപ്സെറ്റ് ആകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കാര്യങ്ങളൊന്നും അവൾ മുഖത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അവൾ പറയുന്നു ദാറ്റ്സ് കൂൾ, കുഴപ്പമില്ല എന്നൊക്കെ അവളും പറഞ്ഞിരിക്കുന്നു. അന്ന് അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ജെർമിയ ഇവളെയും കൂട്ടി ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട്. ഇവൾക്ക് ഇതുവരെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇവളെ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൻ അവൻ്റെ വണ്ടി അവൾക്ക് കൊടുക്കുന്നത്. കൂടെ തന്നെ അന്ന് ടെയ്ലറും വരുന്നുണ്ട് ഇവളുടെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട്. സോ പോകുന്ന വഴിക്ക് ഇവൾക്ക് ചെറുതായിട്ട് വണ്ടി ഓടിക്കാം, പിന്നീട് ടെയ്ലറിനെയും ബസ് സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ടെയ്ലറിനെ വിളിക്കാൻ വേണ്ടി ഈ രണ്ടുപേരും പോകുന്നു. അങ്ങനെ ഇപ്പുറത്തെ സീനിൽ നമ്മുടെ ക്ലീവ്ലൻഡിനെയും കോർണറിനെയും കാണിക്കുന്നു. അന്ന് കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ക്ലീവ്ലൻഡിൻ്റെ അടുത്ത് ഒരു ഇന്റേൺ ആയിട്ട് നിനക്ക് പോയിക്കൂടെ എന്നൊക്കെ കോർണർ എടുത്ത് ചോദിച്ചില്ലായിരുന്നു. അവനപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഡയറക്റ്റ് അവൻ ക്ലീവ്ലൻഡിനെ കോൺടാക്ട് ചെയ്ത് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവനാണെങ്കിൽ ക്ലീവ്ലൻഡിൻ്റെ അടുത്ത് സെയിലിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ സെയിലിങ്ങിൽ ഭയങ്കര വീരനായിരുന്നു. ദെൻ ക്ലീവ്ലൻഡിന് അതിനെക്കുറിച്ചുള്ള ഒരു ബുക്കും വേണം. അപ്പോൾ നമ്മൾ സെയിലിംഗ് ചെയ്യുന്ന സമയത്ത് കയർ എങ്ങനെ കെട്ടണം, പിന്നീട് ഏത് ദിശയിൽ ബോട്ട് പോകണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇവൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ക്ലീവ്ലൻഡിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നു. പിന്നീട് ക്ലീവ്ലൻഡ് പറയുന്നുണ്ട് ഇന്ന് എനിക്ക് ചെറിയൊരു ഇന്റർവ്യൂ പോലെ ഒരു സംഭവം ഉണ്ട്, അത് നമ്മുടെ ടൗൺ ലൈബ്രറിയിലാണ് നടക്കുന്നത്, നീ അപ്പം വരണം എന്നൊക്കെ കോർണറിൻ്റെ അടുത്ത് ഇയാൾ പറയുന്നുണ്ട്. വരാമെന്ന് ഇവനും പറയുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മുടെ സ്റ്റീവിനെ ഡെബോളിനെ വിളിച്ചേക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടുള്ള ഷൈലനെയും കാണിക്കുന്നു. അവൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ടീമാണ്. സോ അവൾ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു ഡെബോളിന് എൻ്റെ ആ ഒരു ഡ്രസ്സെല്ലാം ദാണ്ട് ഈ ഒരു ഫാഷൻ ഡിസൈനറാണ് സെലക്ട് ചെയ്യുന്നത്, ഈ ഫാഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. സ്റ്റീവും ബെല്ലിയും പിന്നീട് ലോറലും അത്ര വലിയ സാമ്പത്തികമൊന്നും ഉള്ള കൂട്ടത്തിലല്ല. അവർ ഒരു മിഡിൽ ക്ലാസ് ആ ഒരു രീതിയിലാണ്. സോ ഇവനെ ഇതെല്ലാം കൂടെ കാണിക്കുമ്പം ഇവൻ കിടന്ന് ടെൻഷൻ ആവുകയാണ്. സോ ഞാൻ ഇവളുടെ പാർട്ണറായിട്ട് പോകല്ലേ, അപ്പം ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഇവനും കുറച്ച് ടെൻസ് ആവുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊന്നും ഇവളുടെ മുഖത്തും കാണിക്കുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ ജെർമിയയും ബെല്ലിയും ടെയ്ലറിനെ ബസ് സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. ടെയ്ലർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒത്തിരി ബലൂൺസ് ഒക്കെ പിടിച്ചുകൊണ്ടാണ് അവളെ വന്ന് കണ്ടത്. പിന്നീട് അവളെ വിഷും ചെയ്യുന്നു. എന്നിട്ട് അവർ പോയ വഴിക്ക് ഒരു ഐസ്ക്രീം കടയിൽ നിർത്തുന്നു. പതിവായിട്ട് ടെയ്ലർ സൂസനയുടെ വീട്ടിൽ ഇവളുടെ ബർത്ത്ഡേ ആകുമ്പോൾ വരും. സോ ആ ഒരു ടൈമിലെല്ലാം ഇവരിടയ്ക്ക് ഈ ഒരു ഐസ്ക്രീം ഷോപ്പിൽ കയറിയാണ് എപ്പോഴും ഐസ്ക്രീം കഴിക്കാറുള്ളത്. സോ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ടെയ്ലർ ബെല്ലിക്ക് അവളുടെ ആ ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കുന്നു. അത് ഒരു ബിക്കിനി പോലത്തെ സംഭവമായിരുന്നു. അങ്ങനെ പിന്നീട് സൂസനയുടെ വീട്ടിലെത്തിയിട്ട് ജെർമിയും സ്റ്റീവും ബെല്ലിയും ടെയ്ലറും കൂടെ
പൂളിലിറങ്ങി ജസ്റ്റ് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ ബെല്ലിയും ടൈലറും കുറച്ച് ഗോസിപ്സ് ഒക്കെ അടിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഡെഡ് ബോൾ ഉണ്ട്, ഞാൻ പോകുന്നുണ്ട്, പിന്നീട് അവിടെ ഒത്തിരി ഗേൾസ് ഉണ്ട്, അവർ കുറച്ച് ഒരു ഹൈ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ളവരാണ് എന്നൊക്കെ പറയുന്നു. സോ ആ ഒരു ടൈമിലാണ് നമ്മൾക്ക് ചിക്കൻ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കാമെന്ന് 4 പേരും വിചാരിക്കുന്നത്. എന്നിട്ട് ഇവർ ആ ഒരു ഗെയിം കളിക്കുന്നു. ആ ഒരു ടൈമിലായിരുന്നു കോണറും നിക്കോളും അങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു പെണ്ണിൻ്റെ പേര് നിക്കോൾ എന്നാണ്. അത് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ കോണർ കിസ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. ഇവളുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോണർ ഡെഡ് ബോളിന് പോയിട്ടുള്ളത്. അങ്ങനെ കോണർ നിക്കോളുമായിട്ട് അവിടെ വരുന്നു. നിക്കോൾ ഈ ചിക്കൻ എന്ന് പറയുന്ന ഗെയിം കണ്ടിട്ടും അവൾ പറയുന്നു, ഇത് പിള്ളേർ കളിക്കുന്നില്ലേ, നിങ്ങൾ ഇപ്പോഴും ചിക്കൻ കളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി ചെയ്താൽ, ഞങ്ങൾ ഇനി റിയൽ ഗെയിം കളിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പൂളിൽ കിടന്ന് അവർ ആ ഒരു വോളിബോളിൻ്റെ സംഭവം കളിക്കുന്നുണ്ട്. ചിക്കൻ നിങ്ങളൊക്കെ കളിക്കുന്നോ എന്നൊക്കെ നിക്കോൾ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ടൈലറിന് നിക്കോളിനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവൾ മനഃപൂർവ്വമല്ല എന്നാലും കൈബദ്ധമല്ല എന്ന രീതിയിൽ ടൈലർ ആ ഒരു ബോള് നിക്കോളിന്റെ നെറ്റിയിലോട്ട് അടിക്കുന്നുണ്ട്. ബെല്ലിക്ക് അപ്പോഴേ മനസ്സിലാവുന്നുണ്ട് ടൈലർ ചെറിയൊരു ഇന്റൻഷനോടാണ് ഈ ഒരു കാര്യം ചെയ്തിരുന്നത്. പക്ഷേ കൂടുള്ളവർക്കെല്ലാം അത് അബദ്ധവശം സംഭവിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നിക്കോളിന്റെ നെറ്റി അങ്ങനെ കുഴപ്പമൊന്നും പറ്റുന്നില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് വീങ്ങുന്നു. അങ്ങനെ കോണർ നിക്കോളിനെയും കൂട്ടി കോണറിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ റൂമിലിരുന്ന് നിക്കോള് ഇവനെ കിസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും കോണറിന്റെ മൊബൈലിലോട്ട് മെസ്സേജ് വരുന്നുണ്ട്, ക്ലീവ്ലൻഡിന്റെ ആ ഒരു പ്രസിന്റെ കാര്യങ്ങളെല്ലാം. സോ എനിക്ക് ഇപ്പം തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് നിക്കോളിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ പോകുന്നു. നീ സമയമാകുമ്പോൾ തന്നെ പോയാൽ മതി എന്നും പറയുന്നുണ്ട്. അങ്ങനെ ക്ലീവ്ലൻഡിന്റെ ആ ഒരു ഇന്റർവ്യൂ അവിടെ ആ ഒരു ടൗൺ ലൈബ്രറിയിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞ് നമ്മുടെ ലോറലും സൂസനെയും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഓടിപ്പിടിച്ച് നമ്മുടെ കോണറും അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ബെല്ലിനെയും ടൈലറിനെയാണ്. ബെല്ലിയും ടൈലറും ബീച്ചിലൂടെ നടക്കുന്ന സമയത്ത് ടൈലറിന് ചെറിയൊരു പൊസസീവ്നെസ് അടിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിക്കോളിനെ ടൈലർ ചെറിയൊരു ഇന്റൻഷനിലൂടെ ആ ഒരു ബോൾ എടുത്തിരുന്ന സമയത്ത് ബെല്ലി നിക്കോളിനെ കുറച്ചും കൂടെ കെയർ ചെയ്തു. കുട്ടിക്കാലം തൊട്ടേ ബെല്ലിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ടൈലറാണ്. സോ ആ ഒരു സ്ഥാനം പോകുമോ എന്നൊക്കെ ഒരു ചെറിയ ഒരു ഇതൊക്കെ നമ്മുടെ ടൈലറിന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സോ അതിനെ കുത്തി ബെല്ലി എടുത്ത് ചോദിക്കുന്നു. ബെല്ലി അവസാനം പറയുന്നു, ഒരിക്കലും ആർക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു സ്ഥാനത്തിൽ നിന്ന് നിന്നെ എടുത്ത് കളയാൻ പറ്റില്ല എന്നൊക്കെ ബെല്ലി ടൈലറിനോട് പറയുന്നുണ്ട്. ലൈക്ക് ഇവർ രണ്ടുപേരും നമ്മുടെ സൂസന്നയുടെയും ലോറലിന്റെയും കൂട്ടാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ സൂസന്നയും ലോറലിനെയും കാണിക്കുന്നു. അന്ന് ബെല്ലിയുടെ ബർത്ത്ഡേ അല്ലേ, സോ രാത്രി അവർ നല്ലൊരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഇവർ രണ്ടുപേരും. ആ ഒരു ടൈമിൽ നമ്മുടെ കോണർ അവിടെ മൂലയ്ക്ക് ഇങ്ങനെ പുറത്ത് ഇരിക്കുന്നതായിട്ട് ഇവർ രണ്ടുപേരും കാണുന്നുണ്ട്. സൂസന്ന ലോറലിനോട് ചോദിക്കുന്നു, എടി നീ അവൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്രാവശ്യം വന്നപ്പോൾ മിണ്ടിയായിരുന്നോ? നേരത്തെ അവൻ നിന്റെ പുറകെ നിന്ന് മാറത്തില്ലായിരുന്നല്ലോ, എപ്പോഴും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുമല്ലോ എന്നൊക്കെ സൂസന്ന ലോറലിനോട് ചോദിക്കുന്നു. ലോറൽ പറയുന്നു, ഇപ്രാവശ്യം വന്നിട്ട് അവൻ ഒരു കമ എന്ന് പറഞ്ഞൊരു അക്ഷരം എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്, അതുകൊണ്ട് അവൻ നമ്മളുടെ അടുത്ത് ഒന്നും മിണ്ടാത്ത. അവൻ്റെ ഉള്ളിൽ എന്താ, അവൻ എന്തെങ്കിലും ഹേർട്ടാവുന്ന കാര്യങ്ങൾ ഈ ഇടയ്ക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് സൂസനെ അടുത്ത് ലോറൽ ചോദിക്കുന്നു. ലോറലിൻ്റെ അടുത്ത് സൂസനെ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കോണറും പിന്നീട് വേറൊരു കൊച്ചുമായിട്ട് ബ്രേക്കപ്പ് ആയി. സോ ആ ഒരു കാര്യങ്ങളെല്ലാം അവനെ കൂടുതലധികം തളർത്തി എന്നൊക്കെ ലോറലിൻ്റെ അടുത്ത് സൂസന പറയുന്നുണ്ട്. മേ ബി അതായിരിക്കാം കാരണം എന്നും സൂസന പറയുന്നു. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഏകദേശം നോക്കിക്കോളാം, നീ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കുക എന്ന് സൂസന ലോറലിനോട് പറയുന്നു. അതിനൊക്കെ തുടർന്ന് ലോറൽ കോണറിൻ്റെ അടുത്തോട്ട് എത്തുന്നു. അങ്ങനെ ലോറലും കോണറിൻ്റെ അടുത്ത് ഒരു സംസാരിച്ചൊക്കെ നോക്കുന്നു, പക്ഷേ നോ രക്ഷ. ലാസ്റ്റ് അവൻ്റെ അടുത്ത് പറയുന്നു, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടി കാണും എന്നൊക്കെ കോണറിൻ്റെ അടുത്ത് ലോറൽ പറഞ്ഞിട്ട് സൂസനെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ഡിന്നറാണ്. ആ ഒരു ഡിന്നറിലോട്ട് നമ്മുടെ ക്യാമിനെയും ബെല്ലി വിളിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമിനെ ജെർമിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, ബിക്കോസ് ക്യാം ഒരു വീഗനാണ്. പിന്നീട് ക്യാം ഒരു പാവം പിടിച്ചൊരു ചെറുക്കനാണ്, ഒരു ഇന്നസെൻ്റ് എന്നൊക്കെ പറയാം. അത്ര കുരുട്ട് ബുദ്ധിയോ അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ ജെർമിക്ക് ക്യാമിനെ അത്ര അങ്ങോട്ട് പിടുത്തമല്ല. ഇടയ്ക്കിട്ട് ക്യാമിനെ ബുള്ളിയും ഇവൻ ചെയ്യുന്നുണ്ട്, കാരണം അവൻ വീഗനാണ് എന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് നമ്മുടെ ബെല്ലി ആണെങ്കിൽ നോൺ വെജ് കഴിക്കുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ ക്യാം ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സോ ബെല്ലി ഇപ്പം നോൺ വെജ് കഴിക്കുന്നു, സോ നീ ഇപ്പം അവളെ കിസ് ചെയ്യാന്ന് പറഞ്ഞാൽ, സോ ആ ഒരു ടൈമിൽ നീ കിസ് ചെയ്യുമ്പം അവളുടെ ഫുഡ് പാർട്ടിക്കിൾസ് നിൻ്റെ ഉള്ളിലും കൂടെ വന്ന് വയറ്റിലോട്ടൊക്കെ പോകത്തില്ലേ എന്നൊക്കെ ജെർമിയെ ക്യാമിനോട് പറയുന്നുണ്ട്. ക്യാം പറയുന്നു, ഞാൻ എല്ലാവരുടെയും കാര്യത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്, കാരണം ഞാൻ നോൺ വെജ് അങ്ങനെ കഴിക്കാറില്ല, പിന്നീട് എനിക്ക് അനിമൽസിനെയും കൂടി ഇഷ്ടമാണ്. മറ്റൊരാൾ നോൺ വെജ് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവരെ ബുള്ളി ചെയ്യാനോ അങ്ങനത്തുള്ള കാര്യത്തിനൊന്നും പോകത്തില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റീവ് ബെല്ലിനെ കുത്തി അവളെ ഊക്കി സംസാരിക്കുന്നു. സോ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ടൈലറിന് ഇഷ്ടപ്പെട്ടില്ല. ടൈലർ ആണെങ്കിൽ തിരിച്ച് സ്റ്റീവിനെ ഇട്ട് നോക്കുന്നു. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ടൈലർ ഇവിടെ വന്ന സമയത്ത് കോണറും ജെർമിയും കൂടെ സ്റ്റീവിനെ ചലഞ്ച് ചെയ്തു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ ഒരു കത്തുന്ന തീക്കകത്ത് മൂത്രമൊഴിക്കാൻ വേണ്ടി. ആ ഒരു ചലഞ്ച് അവൻ അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നീട് ഈ വീട് മൊത്തവും വാടകയായിരുന്നു ഒരു കുറച്ച് ദിവസത്തേക്ക് തന്നെ. സോ ആ ഒരു കാര്യങ്ങളെല്ലാം ടൈലർ വെട്ടി തുറന്നങ്ങ് പറയുന്നു. സ്റ്റീവനാണെങ്കിൽ അങ്ങ് നാണക്കേടുമായിട്ട് വയ്യ. സൂസൻ പറയുന്നു, അന്ന് ഞാൻ എൻ്റെ നെയ്ബറിൻ്റെ പട്ടിയാണ് ബ്ലെയിം ചെയ്തത്,
ഇവൻ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടാണോ ഈ വീട് മൊത്തം വാടകയായത് എന്ന് സൂസന്ന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സ്റ്റീവിന് ആകെ നാണക്കേടുമാകുന്നു. അവിടെ ഉള്ള എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ടൈലർ ബെല്ലിയുടെ അടുത്ത് പറയുന്നു, ഇന്ന് നിക്കോളിൻ്റെ വീട്ടിൽ പാർട്ടി ഇല്ലേ, നമ്മളേക്ക് വിളിച്ചില്ലേ, നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നു. സോ ഈ ബർത്ത്ഡേ ഡിന്നർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഇവളും പറയുന്നുണ്ട്. അങ്ങനെ ഒരു മേക്കപ്പും ഡ്രസ്സൊക്കെ ചെയ്ത് ഇവർ ക്യാമിൻ്റെ വണ്ടിയിൽ രണ്ടുപേരും കൂടെ നിക്കോളിൻ്റെ പാർട്ടിയിലോട്ട് പോകുന്നു. ഓൾറെഡി ജെർമിയും സ്റ്റീവും കോണറും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിക്കോളിൻ്റെ വീട് കണ്ടപ്പോഴേ നമ്മുടെ ടൈലറും ബെല്ലിയും ചെറുതായിട്ടൊന്ന് അമ്പരക്കുന്നുണ്ട്. നിക്കോൾ വിചാരിച്ചത് ഇവർ രണ്ടുപേരും പാർട്ടി അങ്ങനെ വരത്തില്ല എന്നാണ്. പക്ഷേ ഇവർ പാർട്ടിക്ക് വന്നുകൊണ്ട് തന്നെ നിക്കോളിന് ഭയങ്കര സന്തോഷമാകുന്നു. ഇവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്ന് ബെല്ലിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. സോ അവിടെ ഒത്തിരി കേക്ക്സ് ഉണ്ടായിരുന്നു. സോ ആ ഒരു കേക്ക്സിൽ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഡെബോളിൻ്റെ ഗേൾസ് മാത്രം അവിടെ നമ്മുടെ ബെല്ലിനെ വിഷ് ചെയ്യുന്നുണ്ട്. ടൈലർ അവളുടെ കൂടെ പോകുന്നില്ല. ടൈലർ ഇതെല്ലാം കണ്ട് ചെറുതായിട്ട് പോസിറ്റീവ് ഒക്കെ അടിച്ച് അവിടുത്തെ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി പോകുന്നു. പിന്നീട് അവിടുത്തെ ഗേൾസ് എല്ലാം ഇവളെ ക്യാമിൻ്റെ കൂടെ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ അവിടുത്തെ ഗേൾസ് ഇവളോട് ചോദിക്കുന്നുണ്ട്, നീ ക്യാമിനെ നിന്റെ പാർട്ണറായിട്ട് ഡെബോളിനെ സെലക്ട് ചെയ്തോ എന്നൊക്കെ. അപ്പോൾ ഇവള് പറയുന്നു, ഞാൻ ഇതുവരെ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, ഇന്നെന്തായാലും ചോദിക്കണം എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അവിടുത്തെ ഗേൾസ് പറയുന്നു, നീ എന്തായാലും ഒരു റൂമിലൊക്കെ കയറ്റിയിട്ട് വേണം അവൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും മറ്റേകൾ പറയുന്നു, സോ അങ്ങനെ കാണാൻ അവനെ കയറ്റി അവൻ കൂടുതൽ എക്സൈറ്റഡ് ആവും. പിന്നീട് നീ ഇത് ചോദിക്കാനാണ് കയറ്റിയത് എന്നൊക്കെ വിചാരിച്ച് അവൻ ചിലപ്പോൾ ഡിസപ്പോയിൻ്റ് ആയി പോകും. ബോയ്സിൻ്റെ മൈൻഡ് എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അവിടെ വയ്ക്കുന്ന ഒരു ഗേൾ പറയുന്നുണ്ട്. ഇന്ന് അവൻ്റെ അടുത്ത് എൻ്റെ പാർട്ണർ ആവാൻ പറ്റുമോ എന്നൊക്കെ ബെല്ലി അവൻ്റെ അടുത്ത് ചോദിക്കും എന്നൊക്കെ ഇവരോട് പറയുന്നു. അങ്ങനെ പിന്നീട് സ്റ്റീവിൻ്റെ അടുത്തോട്ടേക്ക് ടൈലർ ചെല്ലുന്നു. സ്റ്റീവ് അപ്പോൾ ഷൈലയുടെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു കാര്യങ്ങൾ ടൈലർ കാണുന്നു. ടൈലർ ഇവനോട് ചോദിക്കുന്നുണ്ട്, ഡെബോളിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരല്ലേ ഇവള് എന്നൊക്കെ ഇവള് അവനോട് ചോദിക്കുന്നു. അതേ എന്ന് ഇവനും അവളോട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കൊച്ചിലെ തന്നെ ടൈലറിന് സ്റ്റീവിനോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റീവിനും ചെറുതായിട്ട് അവളോട് ക്രഷ് ഉണ്ട്. പിന്നീട് ടൈലറിന് വാഷ്റൂമിലോട്ട് പോകണം എന്നൊക്കെ സ്റ്റീവിൻ്റെ അടുത്ത് പറയുന്നു. സ്റ്റീവ് അപ്പോഴേക്കും ഒരു വാഷ്റൂം കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ ലോങ് ക്യൂ ആണ് നിൽക്കുന്നത്. നമുക്ക് മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ടൈലറിനെ കാണാതെ നമ്മുടെ ബെല്ലിയും അവളെ നോക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ മുകളിലത്തെ നിലയിലോട്ട് കയറുന്നു. മുകളിലത്തെ ഓരോ റൂം തുറന്നു നോക്കുമ്പോൾ അവിടെ എല്ലായിടത്തും ഡിങ് ഡോങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിലത്തെ ലാസ്റ്റ് റൂമിൽ കയറിയപ്പോൾ ബെല്ലി കാണുന്നത് ടൈലറും സ്റ്റീവും കിസ് ചെയ്യുന്നതാണ്. Oh my god! Chloe? Oh my god. Oh, Jesus. Steven! You're hooking up with my brother? I swear. സ്റ്റീവിന് ഇപ്പോൾ ശൈലി ഉണ്ടല്ലോ, പിന്നെന്തിനാണ് ടൈലറോട് കിസ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമ്മുടെ ബെല്ലിക്ക് ദേഷ്യം വന്നത്. ബെല്ലി ചെറുതായിട്ട് രണ്ടുപേരടുത്തും ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റീവ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂ ഒക്കെ ആകുന്നുണ്ട്. ബട്ട് ഇതൊന്നും ആരും അങ്ങനെ അറിയുന്നില്ല. എന്നിട്ട് ബെല്ലിയും അവിടെ നിന്ന് ഇറങ്ങി ക്യാമിനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നു. ആ ഒരു ടൈമിൽ ക്യാം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവള് ചിലപ്പം അവനെ അവളുടെ ഡെബോളിന്റെ പാർട്ണറായിട്ട് വിളിക്കുമെന്നൊക്കെ. അതേപോലെ തന്നെ ബെല്ലി ഇവനോട് പറയുന്നുണ്ട്, എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ. ക്യാം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചിലപ്പം ഇവൾ അതായിരിക്കും ചോദിക്കുന്നത് എന്ന്. ബട്ട് ഇവൾ ചോദിച്ചതാണെങ്കിൽ നമ്മുടെ ക്യാം അങ്ങനെ ബിയറോ ആൽക്കഹോളോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. US കുട്ടികളെല്ലാം മിക്കുള്ളവരും ഈ 16 വയസ്സ് തൊട്ടേ ആൽക്കഹോൾ, മരുവാന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സോ ഇവള് അവനോട് ചോദിക്കുന്നത്, നിനക്ക് ഇത്രയും പേരുടെ ഇങ്ങനെ കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നിനക്ക് വീടായിട്ട് തോന്നില്ലേ, നീ മാത്രം ഇങ്ങനെ കുടിക്കാൻ നിൽക്കുന്നത് നിനക്ക് കുറച്ച് വീടായിട്ട് തോന്നില്ലേ എന്നൊക്കെ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇവൻ പ്രതീക്ഷിച്ചത് വേറേത്, ഇവള് ചോദിച്ചതാകട്ടെ ഇതും. എനിക്ക് അങ്ങനെ തോന്നാറില്ല എന്ന് ക്യാമും ഇവളോട് പറയുന്നു. എന്നിട്ട് ഇവളെ വീട്ടിൽ കൊണ്ടുപോയി അവനാക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ബെല്ലി എണീറ്റ് വരുമ്പോൾ ജെർമിയ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. സോ ഇവൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് പുറത്തോട്ട് പോയാലോ എന്നൊക്കെ ഇവളുടെ അടുത്ത് ചോദിക്കുന്നു. പുറത്തോട്ട് പോകാമെന്നും പറയുന്നു. എൻ്റെ ജീപ്പിന്റെ താക്കോല് കോർണറിന്റെ റൂമിൽ ഡ്രോയിൽ എങ്ങാണ്ടാണ് ഇരിക്കുന്നത്, നീ അത് പോയി എടുത്തിട്ട് വാ എന്നൊക്കെ ഇവളോട് ഇവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ മുകളിലത്തെ നിലയിലോട്ട് പോയി ആ ഒരു ഇത് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ബോക്സ് കാണുന്നു. ആ ഒരു ബോക്സ് തുറന്നു നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് കോണർ ഇവൾക്ക് ഇൻഫിനിറ്റിയുടെ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൻ്റെ ഒരു ലോക്കറ്റാണ് അവിടെ ഇരിക്കുന്നത്. അവൾക്ക് അപ്പോഴേക്കും മനസ്സിലാവുന്നു തൻ്റെ ഈ ഒരു ബർത്ത്ഡേക്ക് കോണർ ആ ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ് ഇരുന്നത്, പക്ഷേ അത് അവൻ തന്നില്ല എന്നൊക്കെ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ചെറിയ ഒരു ഡ്രൈവിങ്ങിന് ശേഷം നമ്മുടെ ബെല്ലി ആണെങ്കിൽ ടൈലറിനെ കൊണ്ടാക്കാൻ വേണ്ടി ലോറലിൻ്റെ കൂടെ ബസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. യാത്രയുടെ സമയത്ത് രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. ലോറലിന് വിചാരിക്കുന്നു ഈ രണ്ടുപേരുടെ ഇടയ്ക്ക് എന്താണ് പറ്റിയതെന്ന്. ടൈലർ പിന്നീട് ബസ്സിലോട്ട് കയറാൻ പോകുന്ന സമയത്ത് ലോറൽ ബെല്ലിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ബോയ് ഫ്രണ്ട്സ് എല്ലാം വന്നും പോയിരിക്കും, പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് ലൈഫിൽ ഒരു പ്രാവശ്യം ഉണ്ടാകത്തുള്ളൂ. നീ എന്നെയും സൂസനെയും കൂടെ നോക്ക്, ഞങ്ങൾ എന്തൊരു നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഇടയിൽ മാറാൻ പാടില്ല. ലോറലിന് സത്യത്തിൽ എന്തോ നടന്നതെന്നും അറിഞ്ഞുകൂടാ. ബട്ട് ബെല്ലിയും ടൈലറും തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ആകാൻ വേണ്ടി ലോറൽ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെയൊക്കെ തുടർന്ന് ബെല്ലി നമ്മുടെ ടൈലർ ബസ്സിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവളുടെ അടുത്ത് പോയി സോറി ബൈ ആ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നു. കുറച്ചൊന്ന് സംസാരിച്ചപ്പോൾ രണ്ടുപേരുടെയും മനസ്സിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി. ടൈലർ പറയുന്നുണ്ട്, എനിക്ക് കുട്ടിക്കാലം തൊട്ടേ സ്റ്റീവിൻ്റെ അടുത്ത് ക്രഷ് ഉള്ള
കാര്യം നിനക്ക് വരെ അറിയാമായിരുന്നല്ലോ. പിന്നീട് ആ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നപ്പം ഞാൻ അറിയാതെ ചെയ്തു പോയി എന്നൊക്കെയാണ് ടൈലർ ബെല്ലിയുടെ അടുത്ത് പറയുന്നത്. ബെല്ലി പറയുന്നു, അതിന് ചെയ്തത് പോട്ട് നീ എന്തായാലും വീട്ടിലെത്തിയിട്ട് വിളിക്കുക എന്ന് ടൈലറിൻ്റെ അടുത്തും ബെല്ലി പറയുന്നു. അങ്ങനെ പിന്നീട് സ്റ്റീവിനെ കാണിക്കുന്നു. ബെല്ലി അങ്ങോട്ട് നടന്നു വന്നപ്പോൾ അവന് ബെല്ലിയുടെ മുഖത്തോട്ട് പോലും നോക്കാൻ പറ്റാത്തത്രയും രീതിയിൽ നാണക്കേട് ആയിട്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. അവൻ ആകെ അവളുടെ അടുത്ത് പറയുന്നത്, ഇത് ശൈലിയുടെ അടുത്ത് പറയരുത്, ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ടൈമിൽ ചെയ്തത് അത് ജസ്റ്റ് അബദ്ധവശാൽ എന്തോ ചെയ്തു പോയ സംഭവമാണ്, ഇതിന്റെ പേരിൽ നീ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ ബെല്ലിയുടെ അടുത്ത് ഇവൻ പറയുന്നു. താനത് ആരോടും പറയത്തില്ല എന്ന് ബെല്ലിയും ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ലോറലിനെയും സൂസനെയാണ്. ലോറൽ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം നീ അടുത്ത നെക്സ്റ്റ് ബുക്ക് എഴുതുന്നതിനെ കുറിച്ചാണോ എന്ന് സൂസന്ന ലോറലിന്റെ അടുത്ത് ചോദിക്കുന്നു. ലോറൽ പറയുന്നു, അല്ല, ഈ ഒരു രോഗത്തിന് വേറെ ഏതെങ്കിലും തെറപ്പീസ് നമുക്ക് എടുക്കാം എന്നൊക്കെ ലോറൽ സൂസനോട് പറയുന്നു. ഈ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഈ സയൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ലോറൽ സൂസനോട് പറയുന്നു. പക്ഷേ ആ ഒരു കോൺവോ മാറ്റി വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ സൂസന ശ്രമിക്കുന്നു. ബട്ട് എന്നാലും ലോറൽ ആ ഒരു സബ്ജക്റ്റിൽ തന്നെ നിൽക്കുകയാണ്. ലോറൽ പറയുന്നു, സൂസന നീ കീമോ സ്റ്റാർട്ട് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. സൂസന പറയുന്നുണ്ട്, എനിക്ക് വീണ്ടും ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ ഒന്നും പോകാൻ വയ്യ എന്നൊക്കെ. എനിക്ക് ഈ ഒരു ഭൂമിയിൽ എത്ര നാളുണ്ടെന്ന് പോലും അറിയില്ല. ബട്ട് ഉള്ള സമയം മരുന്നുകളൊന്നും ഇല്ലാതെ എനിക്ക് സമാധാനത്തോടെ ഇരിക്കണം എന്ന് സൂസന ലോറലിനോട് പറയുന്നു. ഞങ്ങൾ ബോസ്റ്റണിലോട്ട് പോകുന്ന സമയത്ത് കോർണറിൻ്റെ അടുത്തും ജെർമിയുടെ അടുത്തും ഈ കാര്യം പറയുമെന്ന് സൂസന ലോറലിനോട് പറയുന്നു. തുടർന്ന് സൂസന പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ ഒരു കസിൻസിൽ ലാസ്റ്റ് പെർഫെക്റ്റ് സമ്മറാണ് ആവശ്യമെന്ന്. I just want one last perfect summer at Cousins. That's all I want. Okay. അത് മാത്രമാണ് എനിക്ക് വേണ്ടത് ഇപ്പം. സോ ആ ഒരു സീൻ കാണിച്ച് ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് റിവീൽ ആവുന്നുണ്ട് നമ്മുടെ സൂസനയ്ക്ക് ക്യാൻസറാണ്.